അവരൊക്കെ മഅരിഫത്തിന്റെ കമാലിയത്തിലെത്തിയ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാ. അവര് നിയന്ത്രിച്ചു പോരുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അതങ്ങനെ അല്ലായിനല്ലോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഇപ്പോഴും മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ തർബിയത്തിലാടോ ഞാൻ എന്ന് മഹാനായ സയ്യിദുൽ ഉലമ വ്യക്തമായി പറയും. അവരുടെ നിയന്ത്രണത്തിൽ, അള്ളാന്റെ ഔലിയാക്കന്മാരുടെ നിയന്ത്രണത്തിൽ നടന്നു പോരുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് 4 അക്ഷരം ഇംഗ്ലീഷ് അറിയാവുന്നവൻ, അതല്ലെങ്കിൽ ഭൗതികതയിൽ അത്യാവശ്യത്തിന് ഉയർച്ച ഉണ്ട് എന്ന് തോന്നിയവർ ഇവർ പഴഞ്ചന്മാരാണെന്ന പേരിൽ ആരും ആക്ഷേപം പറയേണ്ടതില്ല. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിയന്ത്രിക്കുന്നതാ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങൾ അടങ്ങുന്ന സദസ്സല്ലേ നിങ്ങളോട് പറയാനുള്ളത്, 80,000 കൊല്ലം 8,000 കൊല്ലം മലായികത്തിന് ക്ലാസ് എടുത്തിരുന്ന ലഈനായ ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കിയത് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് ആദം എന്ന ഗുരുവിനെ ബഹുമാനിച്ചില്ല, അദബുകേട് കാണിച്ചു. അതുകൊണ്ടാണെന്നത് സാന്ദർഭികം ഞാൻ ഉണർത്തുകയാ. ബൽആം ഇബ്നു ബഊറ ആരായിരുന്നു? ലൗഹിൽ നോക്കിയിട്ട് ക്ലാസ് ദർസ് നടത്തുന്ന ആളല്ലേ. അവസാനം മസലുഹു കമസലിൽ കൽബ് എന്ന് ഖുർആൻ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് താഴ്ന്നു പോയത് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എന്ന ഗുരുനാഥനോട് അദബുകേട് കാണിച്ചതുകൊണ്ടാ. അതുകൊണ്ട് ആരും മറന്നു പോകണ്ട. അതുകൊണ്ട് ആരും അതിന് കടക്കുകയും വേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 അംഗ സഭ എന്ന് പറഞ്ഞോ അത് ഔലിയാക്കന്മാരുടെ നിയന്ത്രണത്തിലുള്ള തീരുമാനമാണ്. ഇപ്പോ ചിലപ്പോ കഴിച്ചാലും കുറച്ച് കഴിയുമ്പോ അതിന്റെ മധുരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രാഷ്ട്രീയക്കാരോട് നമ്മൾ ഏച്ചു കെട്ടേണ്ട അവസ്ഥയുമല്ല. രാഷ്ട്രീയം അത് അതിന്റെ വഴിക്ക് നടക്കും. മതം പറയേണ്ടവർ അത് മതം പറയുകയും ചെയ്യും. വേണമെങ്കിൽ ഒരു വേളം രാഷ്ട്രീയക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും.